ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 76 ശ്ലോകം 9, 10, 11. രാധായാ മേ പ്രിയതമമിദം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേവ ഇത്യാദ്യേവ പ്രവദതി സഖീ ത്വത്പ്രിയോ നിർജനേ മാമിത്തം വാദൈരരമയദയം ത്വത്പ്രിയാമുത്പലാക്ഷീം ഏഷ്യാമിദ്രാഗ് അനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേ വിസ്മരണദൃഢതാ സംഭവാൻ മാസ്തു ഖേദഃ ബ്രഹ്മാനന്ദേ മിളതി ന ചിരാത് സംഗമോ വാ വിയോഗഃ തുല്യോ വസ്യാത് ഇതി തവ ഗിരാ സോകരോ നിർവ്യഥാസ്താഃ ഏവം ഭക്തിഃ സകലഭുവനെ നേക്ഷിതാ ന ശ്രുതാ വാ കിം ശാസ്ത്രൗഖൈഃ കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപതേ പാഹി മാമയൗഘാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധായാഹ മേ പ്രിയതമം ഇദം മത് പ്രിയാ ഏവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത് പ്രിയാ ഇവ ഇതി ആദി ഏവ പ്രവദതി സഖി ത്വത് പ്രിയഃ നിർജനേ മാം ഇത്തം വാദൈഃ അരമത് അയം ത്വത് പ്രിയാം ഉത്പല ആക്ഷീം ഏഷ്യാമി ദ്രാക് അനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേ അപി സ്മരണ ദൃഢത സംഭവാത് മാ അസ്തു ഖേദഃ ബ്രഹ്മാനന്ദേ മിലതി ന ചിരാത് സംഗമഃ വാ വിയോഗഃ തുല്യഃ വ സ്യാത് ഇതി തവ ഗിരാ സഹ അകരോത് നിർവ്യഥാഃ താഃ. ഏവം ഭക്തിഃ സകലഭുവനെ ന ഈക്ഷിതാ ന ശ്രുതാ വാ കിം ശാസ്ത്ര ഔഖൈഃ കിം ഇഹ തപസാ ഗോപികാഭ്യഃ നമഃ അസ്തു ഇതി ആദി ആനന്ദ ആകുലം ഉപഗതം ഗോകുലാത് ഉദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടഃ ഗുരുപുരപതേ പാഹി മാം ആമയ ഔഘാത്. പദങ്ങൾ. ഹരേ കൃഷ്ണ. 9ാമത് ശ്ലോകത്തിൽ ഉദ്ധവരോട് സന്ദേശത്തെ കേട്ട് വ്രജത്തിലിരിക്കപ്പെട്ട ഗോപികൾക്കെല്ലാം ആശ്വാസമാർദ്ദം. 9, 10, 2 அதுக்கு முன்னாடி ராதைய 9ാമത് ശ്ലോകത്തിൽ രാധയെ സമാധാനിപ്പിക്കാറ് ഉദ്ധവർ. ഭാഗവതത്തിൽ ഒരു ഭാഗം കടയാത് ബ്രഹ്മരഗീതத்துக்கு பதிலா രാധയെ ആശ്വാസം പണ്ണപ്പെട്ടത് ഭട്ടതിരി ചേർത്തിരിക്കാർ. ഇതം മേ രാധായാഹ പ്രിയതമം. ഇതെന്നോട് രാധയ്ക്ക് ഏറ്റവും പിടിച്ച എന്നാ ഒരു സാധനം കടച്ചെന്ന ചൊല്ലി ഇതെന്നോട് രാധയ്ക്ക് ரொம்ப പിടിച്ചതാക്കും കൃഷ്ണർ ചൊല്ലുവർ. മത്പ്രിയ ഏവം ബ്രവീതി. ഇപ്പിടിയാക്കും എന്നോട് രാധ എന്നോട് പ്രേയസി ചൊല്ലുവൾ. സഖേ മാനിനി മത്പ്രിയ ഇവ ത്വം കിം മൗനം കലയസി. എപ്പോഴാവത് ഉദ്ധവർ പേശായിക്കിരുന്നെന്ന് കേപ്പരാം കൃഷ്ണർ. ഹേ സഖേ, ഹേ സുഹൃത്തേ, എന്നോട് രാധ എന്നെ ഇതേമാതിരി പേശായിക്ക് കോച്ചുന്ന് പേശായിക്കിരിപ്പർ പ്രണയ കുപിത. അതേമാതിരി ഇരിക്കപ്പെട്ടവൾ എന്നാ രാധേ, അതേമാതിരി നീയും പേശായിക്കിരിക്കേ அப்படின்னு ചൊല്ലുവരാം. ഇത്യാദി ഏവ സഖി ത്വത്പ്രിയഃ നിർജനേ മാം പ്രവദതി. ഇപ്പിടിയാക്കും കൃഷ്ണർ ഏകാന്തത്തിൽ എപ്പെല്ലാം ഉദ്ധവരും കൃഷ്ണരും മാത്രം ഇരിപ്പാളോ അപ്പെല്ലാം രാധയോട് കാര്യം താൻ ചൊല്ലർത്തുക്ക് ഇരിക്കുമാം. കൃഷ്ണർക്ക് ഗോപികളോടും രാധയോടും ഇത്തം വാദൈഹി അയം
ത്വത്പ്രിയാം ഉത്പലാക്ഷിയും അരമേത്. இப்படிയുള്ള வார்த்தைகள், இப்படிയുള്ള சந்தேஷங்களெல்லாம் கேட்க உத்தவர் சொல்ல அந்த ராதாதேவிக்கும் ரொம்ப சந்தோஷமாச்சாம், ஆனந்தமாச்சாம். അഹം ദ്രാഗ് ഏഷ്യാമി അനുപഗമനം കാര്യഭാരാത് കേവലം വിശ്ലേഷേ അഭി. ഞാൻ അധികം താമസിക്കാക്കി വന്നുക്കറേ. എനിക്ക് നിറയെ കാര്യഭാരാത്. രാജാക്ക് കാര്യം രാജാവായിരിക്കപ്പെട്ടത് കൃഷ്ണരല്ലാട്ടാ കൂടി அந்த കാര്യങ്ങളെല്ലാം പാക്കപ്പെട്ടത് കൃഷ്ണരാക്ക്. எனக்கு இங்கே நிறைய காரியங்கள் இருக்கு. அதனால மாத்திரமாக்கு நாம் வரலை. விஸ்லேஷே அபி ஸ்மரண திருடதா சம்பவாது ഖേദഹാ മാസ്തു. നിങ്ങൾ എന്നെ കാണലിയേங்கிற വിരഹത്തിനാലേ ആനാലും സദാ എന്നോട് സ്മരണ ഇരിക്കുங்கிறது എനിക്ക് தெரியும். அதனால உங்களுக்கு ഖേദം വേണ്ട, സങ്കടം വേണ്ട. വഹ ന ചിരാത് ബ്രഹ്മാനന്ദേ മിളതി. വിരഹത്തിനാലേ ആനാലും ഭഗവാനെ പാത്തുന്നിരിക്കത്തെ ആനാലും സദാ അന്ത ഭഗവാനെ നനച്ചുന്നിരിക്കറന്നാല ബ്രഹ്മാനന്ദേ മിളതി. അധികം താമസിയായിക്കും உங்களுக்கு ബ്രഹ്മാനന്ദം கிடைக்கும். സംഗമഃ വിയോഗോ വാ തുല്യഃ സ്യാത്. സമാഗമമാനാലും വിരഹമാനാലും രണ്ടും ഒരേപോലെ ആയിത്തീരും. ഇതി തവ ഗിരാ സഹ താഹ നിർവ്യതാഹ അകരോത്. இப்படிയുള്ള സന്ദേശങ്ങളെല്ലാം കേട്ട് அந்த ഗോപികകളെ ഉദ്ധവർ ദുഃഖമില്ലാത്തവാളാക്കി മാറ്റിനാരാ. ഇനി அந்த 11ാം ശ്ലോകത്തിൽ ഉദ്ധവർക്ക് அந்த ഗോപികളോട് ഭക്തിയെ பார்த்து அப்படி ഒരു എന്നെ ചൊല്ലത് ആനന്ദമാ ഇല്ല, അതുക്ക് മേലെയാ, ഒന്നും ചൊല്ല മുടിയറില്ലേ, വാർത്തയ്ക്കേ മേലെയായിരിക്കാം ഉദ്ധവർക്ക്. ഏവം ഭക്തി സകല ഭുവനേന ഈക്ഷിത. இந்த மாதிரி ഒരു ഭക്തി ലോകത്തിൽ വേറെ എങ്കും பார்த்தது கிடையாது. എന്നാ ശ്രുതാവാ, കേട്ടതും கிடையாது. കിം ശാസ്ത്രൗഖൈ ഇഹ തപസാ കിം. இந்த சாஸ்திரங்களெல்லாம் நம்ம எதுக்காக வேண்டி படிக்கிறோம்? இந்த பக்தி கிடைக்கிறதுக்காக வேண்டி. தபஸ் என்னத்துக்காக வேண்டி பண்ணுறா? இந்த பக்தி, இந்த பகவானை பிராபிக்கிறதுக்காக வேண்டி. ഇതൊന്നും പണ്ണാക്കി, ഒരു ശാസ്ത്രവും പഠിക്കാക്കി, ഒരു തപസ്സും പണ്ണാക്കി இந்த ഗോപികൾക്ക് இப்படி ഒരു ഭഗവത് ഭക്തി കിടച്ചിരിക്കേ. ഗോപികാഭ്യഃ നമഃ അസ്തു. ഹേ ഗോപികളെ, உங்களுக்கு நமஸ்காரம் அப்படின்னு சொல்ற. இது கோகுலாது உபகதம். இப்படி சொல்லிந்து அன்னைங்கேருந்து திரும்பி கோகுலத்துக்கு வரத்துக்கு முன்னாடி அங்கே இருக்கப்பட்ட அந்த மண்தறி எல்லாம் எடுத்து தலைவழி போட்டுக்கிறாராம் உத்தவர். வந்தே நந்தவ்ரஜஸ்திரீணாம் பாதரேணும் அபீக்ஷ்ணஷ. இந்த கோபிகளோடு பாதரேணுக்கள் அது எனக்கு സന്തോഷം തരട്ടും, ആനന്ദം തരട്ടും. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശായാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. 3 ലോകത്തിലേയുമില്ലാത്ത അന്ത ഒരു ഭക്തി വാൾക്കിരിക്ക്. അവളോട് പാദതൂളികൾ പോലും നമ്മൾക്ക് ഭക്തി കിടക്കുക ചൊല്ലി തലയില പൊട്ടിക്കറാരാം. அப்படி சந்தோஷத்தோடு அங்கேருந்து திரும்பி ஆனந்தாகுலம் தம் உத்தவம். ஆனந்த விவசனான உத்தவரதா மதுரைக்கு வந்து கிருஷ்ணர் பார்க்கறார். திருஷ்டுவா ஹிருஷ்டஹ. அவரை பார்த்து சந்துஷ்டனான ஹே குருபவன பதே, ഗുരുവായൂരപ്പാ ആമയൗഖാത് പാഹി. എന്നോട് രോഗങ്ങളെല്ലാം തീർത്തു തരണമേ அப்படின்னு പ്രാർത്ഥിക്കാറ്. ഭക്തി സൂത്രത്തുക്കുള്ള വ്യാഖ്യാനമാക്കും ഇതൊരു ദശകം அப்படின்னு சொல்லலாம். ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.